അപ്പോൾ ഇന്ന് നടന്ന IPL 62ാമത്തെ മത്സരം ചെന്നൈ വേഴ്സസ് രാജസ്ഥാൻ. അങ്ങനെ പോയിൻ്റ് ടേബിളിൽ ലാസ്റ്റ് സ്ഥാനം ഉറപ്പിച്ച് ചെന്നൈ ഉയർത്തിയ 187 റൺസ് രാജസ്ഥാൻ മറികടന്നത്. 17.1 ഓവറിൽ രാജസ്ഥാൻ കളി ജയിക്കുന്ന കാഴ്ചയാണ്. ചെന്നൈയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന കാണാൻ സാധിച്ചു. ആയുഷ് 43 റൺസ്. പിന്നീട് അങ്ങോട്ട് ആർക്കും തന്നെ കാര്യമായ പ്രകടനം ചെന്നൈ ബാറ്റിംഗ് നിരയിൽ കാണാൻ സാധിച്ചില്ല. പിന്നീട് വന്ന ശിവൻ ദൂബെയും ബ്രാവിസും കൂടിയാണ് ചെന്നൈ സ്കോർ ഉയർത്താൻ സാധിച്ചത്. ബ്രാവിസ് 42 അതുപോലെ തന്നെ ദൂബെ 39 റൺസാണ് സ്വന്തമാക്കിയത്. ധോണി ഇറങ്ങി 17 ബോളിൽ 16 റൺസാണ് ധോണി സ്വന്തമാക്കിയത്. അങ്ങനെ ടീം ടോട്ടൽ 187 എടുക്കാൻ ചെന്നൈക്കായി രാജസ്ഥാൻ മുൻപിൽ. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ അടിച്ച് കളിക്കുന്ന കാഴ്ചയാണ്. സഞ്ജു ആയാലും അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശി 57 റൺസ് സ്വന്തമാക്കി. ജയ്സ്വാൾ 36, സഞ്ജു സാംസൺ 41 റൺസാണ് സ്വന്തമാക്കിയത്. അവസാനം ഇറങ്ങിയ ജുറയിൽ 31 റൺസ് സ്വന്തമാക്കി കളി ജയിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 17.1 ഓവറിൽ രാജസ്ഥാൻ കളി ജയിച്ചു. പക്ഷേ രണ്ട് ടീമിനും ഗുണമുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കളി എന്ന് പറയുന്നത് രണ്ട് ടീമും പോയിന്റ് ടേബിൾ അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളാണ്. നല്ലൊരു മത്സരം സമ്മാനിക്കാൻ ഇരു ടീമുകൾക്കായി. അപ്പോൾ ഇന്നത്തെ മത്സരത്തോടു കൂടി ചെന്നൈ പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് സ്ഥാനമാണ്. ഒരു മത്സരം കൂടിയുണ്ട് ചെന്നൈക്ക് ഇനി കളിക്കാനായിട്ട്. രാജസ്ഥാൻ്റെ 14 മത്സരവും കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ചെന്നൈ വരുന്നത് ഗുജറാത്തുമായിട്ടുള്ള പോരാട്ടമാണ്. അത് ഞായറാഴ്ചയാണ്. ഗുജറാത്തും അതുപോലെ തന്നെ ചെന്നൈയും ഏറ്റുമുട്ടുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ IPL ക്രിക്കറ്റ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പുറത്ത് പഠിക്കണം. ബൈ.